എല്ലാവർക്കും മല്ലു ബിഗ് ബോസ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 7ന്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് കടക്കുമ്പോൾ അക്ബറിന്റെയും അനുവിന്റെയും പൊട്ടിത്തെറിക്കു ശേഷം അക്ബറും രേണുവും തമ്മിൽ ഒരു അടിയും നടന്നിട്ടുണ്ടായിരുന്നു. അത് അനുവിന്റെ ഒരു കിടിലം മൈൻഡ് ഗെയിം ആയിരുന്നു. അക്ബറും അനുവും തമ്മിലുള്ള അടിയിൽ അനുവിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ അനുമെല്ലെ അത് രേണുവിന്റെ നേർക്ക് തിരിച്ചുവിട്ടു. രേണു അതിൽ പിടിച്ചു കൊളുത്തുകയും ചെയ്തു. പക്ഷേ അതിൽ ആരും ശ്രദ്ധിക്കാതെ പോയ അനുവിന്റെ മൈൻഡ് സ്ട്രാറ്റജി കിടിലമാണ്. എന്നാലിപ്പോൾ ലൈവിൽ കാണുന്നത് വളരെ അധികം പൊട്ടിത്തെറിച്ചുകൊണ്ട് നിൽക്കുന്ന ജിസലിനെയാണ്. ഗെയിമിൽ തോറ്റതുകൊണ്ട് പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് പുറത്തേക്ക് വെക്കാൻ ബിഗ് ബോസ് ജിസലിനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളെ എനിക്ക് മലയാളം കുറച്ച് അറിയാവുന്നതുകൊണ്ടല്ലേ, എനിക്ക് വലിയ സ്പീച്ച് ഒന്നും നടത്താൻ അറിയില്ല, ഞാൻ വളരെ സ്വീറ്റ് ആയിട്ട് പറഞ്ഞതല്ലേ, ഞാൻ എത്ര സ്വീറ്റ് ആയിട്ടാണ് പറഞ്ഞത്, ഞാൻ സ്വീറ്റ് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും പറഞ്ഞു, എന്നിട്ടും നിങ്ങൾ എനിക്ക് വേണ്ടി കൈപൊക്കിയില്ല അല്ലേ എന്നൊക്കെ പറഞ്ഞു എല്ലാവരുടെയും അടുത്ത് വളരെ അധികം രൂക്ഷമായിട്ട് സംസാരിക്കുകയാണ് ജിസൽ. കാരണം ജിസലിന് അവരുടെ പെട്ടി പോകുന്നു എന്ന് പറയുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്നതല്ല. ഒരു ഫാഷൻ മോഡൽ ഒക്കെ ആയതുകൊണ്ട് ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് ജിസലിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അധികം പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ ബിഗ് ബോസിന്റെ കളിയും പണികളുമെല്ലാം ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്തതാണ്. ആയതുകൊണ്ട് ഒന്നും തന്നെ പറയാനും പറ്റില്ല, കാരണം ഇത് ബിഗ് ബോസ് ആണല്ലോ. എന്തായാലും ജിസലിന് ഇപ്പോൾ എല്ലാവരോടും ഒരു നീരസമുണ്ട്. അക്ബറുമായും ഉടക്കി, അഭിലാഷും നിവിനും മായുമെല്ലാം ജിസൽ ഉടക്കിയിട്ടുണ്ട്. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, ഇത് ബിഗ് ബോസ് ആണ്, അവർ അവരുടെ ഗെയിം കളിക്കുന്നു. എത്ര ഇമോഷണൽ ആണ് എന്ന് പറഞ്ഞാലും ഗെയിം എന്ന് പറയുന്നത് ഗെയിമിന്റെ രീതിയിൽ എടുക്കുന്നത് ആണ് അതിന്റെ ശരി. ഒരു എക്സ് ബിഗ് ബോസ് കോണ്ടസ്റ്റന്റ് എന്ന നിലയിൽ ജിസൽ അത് കാണിക്കുകയും വേണം. എന്നാലും ഇപ്പോഴത്തെ ഒരു പോക്ക് അനുസരിച്ച് ഒരു 60 അല്ലെങ്കിൽ 70 ദിവസങ്ങൾ ജിസലിനെ കൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ പിടിച്ച് നിൽക്കാൻ കഴിയും എന്നാണ് തോന്നുന്നത്. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ബിഗ് ബോസ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.